ഈശോ തന്നെ അനുഗമിച്ചിരുന്ന ജനസമൂഹത്തിൽ നിന്ന് 72 പേരെ തെരഞ്ഞെടുത്ത് പോകാനിരുന്ന വിവിധ നാട്ടുംപുറങ്ങളിലേക്ക് ഈ 2 പേരായി തനിക്ക് മുമ്പേ അയക്കുന്നതിനായി സുവിശേഷകനായ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടാണ് അവിടുന്ന് അവരെ യാത്രയാക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നതെന്നും കൈവശം മടിശീലയോ സഞ്ചിയോ ചെരുപ്പുകളോ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈശോ ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കുന്നത്? പൊതുവെ ചെന്നായ്ക്കളുടെ പ്രാകൃതം അഹങ്കാരത്തിന്റെയും അതിക്രമത്തിന്റെയും ധാർഷ്ട്യത്തിന്റേതുമാണ്. കുഞ്ഞാടിൻ്റെതാകട്ടെ ശാന്തതയുടെയും ക്ഷമയുടെയും സമാധാനത്തിന്റെയുമാണ്. തസ്കരന്മാരുടെയും മുഷ്കരന്മാരുടെയും മുമ്പിൽ പോലും ശാന്ത സ്വഭാവികളായിട്ടായിരിക്കണം ഈശോയുടെ ശിഷ്യന്മാർ പ്രതികരിക്കേണ്ടത്. മാത്രമല്ല, അവരുടെ യാത്രയിലും ദൗത്യ നിർവഹണത്തിലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാൻ പാടില്ല. ദൈവത്തിന്റെ രക്ഷയുടെ സുവിശേഷവും സമാധാനവും ശത്രുമിത്ര ഭേദമന്യേ ഏവർക്കും ആശംസിക്കുക എന്നത് മാത്രമായിരിക്കണം അവർ ലക്ഷ്യമായി കാണേണ്ടത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യേശുവിന്റെ പ്രത്യേക കുഞ്ഞാടുകളാകാനുള്ള ദൈവവിളി സ്വീകരിച്ച് വൈദികരായവർ തങ്ങളുടെ സവിശേഷമായ സ്ഥാനവും ദൗത്യവും പാടെ മറന്നുകൊണ്ട് ചെന്നായ്ക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞതും അതിക്രമ സ്വഭാവത്താൽ അഹങ്കാരം നിറഞ്ഞതുമായ ദുസ്വഭാവത്തിന് അടിമകളായി പ്രതികരിച്ചു വരുന്നതായാണ് എല്ലാവരും എപ്പോഴും കണ്ടുവരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എളവൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി പുറപ്പെടുവിച്ച ഫത്വ ഇപ്രകാരമാണ്: ഏകീകൃത കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളിക്കെതിരെ കേസിന് പോകുന്നവർക്ക് മേലിൽ കൂദാശകൾ സ്വീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുമത്രേ. തൃപ്പൂണിത്തറ ഫൊറോന പള്ളിയിലെ പെരിച്ചാഴി പെരുമായച്ചന്റെ പദ്യയാകട്ടെ ഔദ്യോഗിക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏകീകൃത കുർബാന തങ്ങൾക്ക് അവകാശമായി അനുവദിച്ചു കിട്ടാൻ വേണ്ടി കോടതി കയറിയിറങ്ങുന്നവരെ ഇടവക കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തൈക്കാട്ടുശ്ശേരി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വർഗീസ് പൈനുങ്കലാകട്ടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടം പോലെ പാരീസ് കൗൺസിൽ അംഗങ്ങളെയും മറ്റും തെരഞ്ഞെടുക്കുമത്രേ. ആനപ്പാറ ഫാത്തിമ മാതാ പള്ളി വികാരി ഫാദർ ബേസിൽ പുഞ്ചപ്പുതുശ്ശേരി തന്റെ നേതൃത്വത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ദൈവാലയം മെത്രാന്മാരെ ആരെയും പങ്കെടുപ്പിക്കാതെ അതിരൂപതയിലെ 400ഓളം അച്ഛന്മാരുടെ പടുക്കൂറ്റൻ പാട്ടുകുർബാനയുടെ അകമ്പടിയോടെ താൻ തന്നെ വെഞ്ചരിക്കുമെന്ന് വീമ്പിളക്കിയെന്ന് മാത്രമല്ല, മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡും വത്തിക്കാനിലായിരിക്കെ പുതിയ പള്ളി കൂദാശ ചെയ്യുകയും ചെയ്തു. മെത്രാന് മാത്രം ചെയ്യുവാൻ അധികാരമുള്ള കാര്യം കാനൂൻ നിയമങ്ങൾ ലംഘിച്ചു ചെയ്തിരിക്കുന്നു. എല്ലായിടത്തും അരാജകത്വം മാത്രം. ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന മട്ടിലാണ് വിമത വൈദികർ ഉറഞ്ഞു തുള്ളുന്നത്. കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഫാമിലി യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരും തങ്ങളുടെ അടിമകളും ഏറാൻമൂളികളും മാത്രമാണെന്നാണ് വൈദികരുടെ ആക്രോശം. ഇടവകകളിലെയും സ്ഥാപനങ്ങളിലെയും സന്യാസികളാവട്ടെ സ്വത്വബോധവും സ്വതന്ത്രബോധവുമില്ലാത്ത തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ വെറും പിണ്ണാക്കുകൾ മാത്രം. എന്താ പോരെ? ചുരുക്കത്തിൽ വിമത വൈദികരും അവരെ അന്ധമായി പിന്തുടരുകയും ചെയ്യുന്ന സന്യാസികളും ക്രിസ്തുവേഷം കെട്ടിയ വെറും ചെന്നായ്ക്കളാണെന്ന് കാലം കൊണ്ടും കോലം കൊണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.